ഹായ് വെൽക്കം ടു സുമി ടോക്കീസ്. അപ്പോൾ ഞാൻ ഈ ചാനലിൽ ഇതുവരെ മൂവികളുടെ ട്രെയിലർ റിവ്യൂ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ സത്യത്തിൽ ഈ ഗഗനചാരി എന്ന് പറഞ്ഞ സിനിമ കണ്ട സമയത്ത് എനിക്ക് അരുൺ ചന്തു എന്ന് പറഞ്ഞ ഡയറക്ടറുണ്ടായ ഒരു വലിയൊരു സ്നേഹമുണ്ട്. കാരണം വെച്ചാൽ മലയാളത്തിൽ നമ്മളറിയാലോ, നമ്മൾ ഭയങ്കര നോർമൽ യൂണിവേഴ്സുകൾ ചെയ്യുന്ന, അത് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണല്ലോ മലയാള ഫിലിം ഇൻഡസ്ട്രി. മോളിവുഡ് എന്ന് പറയുന്നത് അതിനാണ് ഫേമസ് ഫോർ അല്ലേ. അപ്പോൾ എനിക്ക് സത്യത്തിൽ മലയാളത്തിൽ കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് ജോണ്ടറുകളുണ്ട്. അതിലൊരു ജോണ്ട വൃത്തിയായിട്ട് ചെയ്ത ഒരു ഡയറക്ടറായിട്ടാണ് ഞാൻ അരുൺ ചന്തുവിനെ കാണുന്നത്. ഗഗനചാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അത് തിയേറ്ററിൽ മിസ് ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെ ഞാനൊരു ഷോർട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദ ടീം ഈസ് ബാക്ക്. അവരുടെ ഈ വല ദ വെബ് ഇപ്പോൾ ഗഗനചാരിയിൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു റോഡ് ഉണ്ടല്ലോ, ഭയങ്കര ഒരു മിസ്റ്റേക്ക് മോഡിലൊക്കെയാണ് ആ റോഡ് സിനിമയിൽ നിൽക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലത്തെ ഷോട്ടുകൾ ഇതിൽ ഇപ്പോൾ കാണാൻ പറ്റും. അതിനേക്കാളും കുറച്ചും കൂടിയും എന്താ പറയുക, ഒരു മിസ്റ്ററി മോഡ് ഒന്നും കൂടിയും കൂട്ടിയിട്ടാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഗഗനചാരി കണ്ട ആളുകൾ ആരും തന്നെ ഏലിയാമ്മേനെ മറക്കാൻ വഴിയില്ലല്ലേ. ഏലിയാമ്മ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നു. രണ്ട് കാര്യങ്ങൾ ഈ സിനിമയെക്കുറിച്ച് ഓൾറെഡി റിവീൽ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇത് ഒരു വ്ളോഗർ ബേസ്ഡ് തീമാണ്. രണ്ട്, സിമുലേഷൻ മോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗഗനചാരിയിലെ കംപ്ലീറ്റ് ടീം ഇവിടെ കാണാം. അതിൻ്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടെന്നൊക്കെയുള്ളത് പ്രൊഫസർ അബ്ദുലി നമുക്ക് പറഞ്ഞു തരും. ഞാൻ പറയാം, ഒരു മാസ് കിട്ടണ്ടോ എന്റെ മുഖത്തേക്ക് ഫാൻ അടിക്കുന്നവനാണ് കലിസ്റ്റോ. ഈ ഫ്രണ്ടിൽ വരുന്ന ഫ്രാഡ് ലുക്കുള്ളവൻ വിശാൽ കുര്യൻ. എന്നെയും കൊണ്ട് സ്വാഗിൽ നടന്നു പോണ ട്യൂഡീസ് കെബി. അവന്റെ സൈഡിൽ നിന്നും ഷോ ഇറക്കുന്നവനാണ് എന്റെ സന്തതി പുറംപോക്ക് പ്ലൂട്ടോ. പുറകിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ചുറ്റിത്തിരിയുന്നവൻ റെനോ. പിന്നെ യവനെ ഞാൻ എവിടോ കണ്ടിട്ടുണ്ട്. മരിച്ചു പോയിട്ടും ജീവിച്ചിരിക്കുന്ന ഈ സ്വാമികളുടെ ലോകത്ത് ഈ സെറ്റപ്പ് മൊത്തം നടത്തിക്കൊണ്ടുപോകുന്ന ഓൾ ഇൻ ഓൾ പ്രൊഫസർ അമ്പിളി അങ്കിൾ ലൂണ. ഈ ഞാൻ ആ ചെയറിലിരിക്കുന്നത് ആരാണെന്ന് നോക്കി ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല അല്ലേ. എത്ര കാലമായി കണ്ടിട്ട്. എന്തായാലും ഈ വല എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇനി വേറൊരു ഹൈലൈറ്റിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഗഗനചാരിയിലെ സ്ക്രിപ്റ്റിൽ കണ്ട പോലത്തെ ഈ സൈഫൈ എലിമെൻസും അതുപോലെ തന്നെ ഹ്യൂമറും മിക്സ് ചെയ്യുന്ന ഒരു നല്ലൊരു ടോണുണ്ടല്ലോ. അതിൻ്റെ സാമ്പിൾസ് ഇതിൽ ഇപ്പോൾ നമുക്ക് കാണാം. അതുപോലെ ആ ലാസ്റ്റ് വോയിസും കൂടി ആകുമ്പോൾ പൂർത്തിയാവും. ഈ സോപ്പികളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഒന്ന് പെട്ടെന്ന് നടക്കണ പറ്റുകുട്ടാ. Copy that, His Highness Venkatron. കുറച്ച് എക്സ്റ്റെൻസീവായ ഒരു ട്രെയിലറാണല്ലേ. 4 മിനിറ്റ്സിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, ഇതെന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണും. കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീണ്ടും ഇത് റിവ്യൂ ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ നോക്കാം എങ്ങനെയുണ്ട് ട്രെയിലറും മൂവിയൊക്കെ. നമുക്ക് വളരെ ട്രെയിലറിൻ്റെ പോലെ തന്നെ സാറ്റിസ്ഫൈഡ് ആയിരുന്നോ മൂവി എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ നമുക്ക് നോക്കാം. Thank you so much for watching.